Meet the editors. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ആവേശോജ്വല കുട്ടിക്കലാശമായി. തകർത്തുപെയ്ത മഴയെയും വകവയ്ക്കാതെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അണിനിരുന്ന വമ്പൻ റോഡ് ഷോയിൽ നിലമ്പൂർ പട്ടണം ജനസാഗരമായി. 21 നാൾ നിലമ്പൂരിനെയും ഒപ്പം കേരള രാഷ്ട്രീയത്തെയും ഇളക്കിമറിച്ച പ്രചരണത്തിനാണ് മണ്ഡലത്തിൽ പരിസമാപ്തിയാകുന്നത്. അടിയൊഴുക്കുകൾ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറിലാണ് ഇനി മുന്നണികൾക്ക് മുന്നിൽ. മറ്റന്നാൾ നിലമ്പൂർ വിധിയെഴുതും. അകത്തളങ്ങളിൽ അഗ്നിപർവ്വതം തിളയ്ക്കുന്നുണ്ടെങ്കിലും പുറമേക്ക് നിലമ്പൂർ ഇപ്പോൾ ശാന്തമാണ്. ആഴ്ചകൾ നീണ്ട പരസ്യപ്രചാരണം വാനോളം ആവേശം നിറച്ച 2 മണിക്കൂർ മുമ്പ് കൊട്ടിക്കലാശിച്ചു. ഒപ്പത്തിനൊപ്പമായിരുന്നു പ്രചാരണ രംഗം. മലപ്പുറം വിവാദം, ക്ഷേമ പെൻഷൻ, വന്യമൃഗശല്യം തുടങ്ങി വെൽഫെയർ പാർട്ടിയും PDPയും ഇസ്രയേലും വരെ വാക്പോരുകളിൽ ഇടിമിന്നലുകൾ തീർത്തു. ഇടതുപക്ഷത്തിന് ഊർജ്ജമായി മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിന് ആവേശമായി പ്രിയങ്ക ഗാന്ധിയും PV അൻവറിന് വേണ്ടി യൂസഫ് പഠാനും കളത്തിലിറങ്ങിയ റോഡ് ഷോകൾ അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിനെ ഇളക്കിമറിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നതാണ് UDFന്റെ ആത്മവിശ്വാസം. നിലമ്പൂർ നിലനിർത്താനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. മാനം കാക്കാനാണ് NDAയുടെ അംഗം. മുന്നണികളുടെ ആത്മവിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും PV അൻവർ ഉണ്ടാക്കുന്ന കത്രിക മുറിപ്പാട് എന്തെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിലമ്പൂരോളത്തിന്റെ സൂചന എന്താ? ആവേശം വോട്ടാകുമോ എന്നാണ് ചോദ്യം. സ്മൃതി, സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു 5% കുറവ് സാധാരണയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇക്കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മളത് കണ്ടു. അതിൻ്റെ കാരണം വോട്ടർമാർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിനോട് വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ അവരതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ മാറ്റം എന്തായാലും ഭരണതലത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. സർക്കാരിനെ മാറ്റാൻ പോകുന്നൊരു തീരുമാനമാവില്ല എന്നതുറപ്പാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വിഷയങ്ങൾ വന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമിഫൈനലിൽ നിന്ന് വരെ വിശേഷിപ്പിക്കപ്പെട്ടു. ഒട്ടേറെ വിഷയങ്ങൾ, അത് ഇസ്രായേൽ മുതൽ ജമാഅത്തെ മുതൽ പെൻഷൻ അടക്കം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സർക്കാർ ഭരണവിരുദ്ധ വികാരമടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മൾ കണ്ട ഈ ആവേശം വോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ? ഈ കൊട്ടിക്കലാശത്തിലെ ആവേശം വോട്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് അപൂർണാർത്ഥത്തിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ എല്ലാ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും പ്രവർത്തകരുടെ ആവേശം വോട്ടാകും. പക്ഷേ അത് എത്രത്തോളം വോട്ടർമാരിലേക്ക് എത്തുന്നു, ആ വോട്ടർമാർ മുഴുവൻ അവിടെ എത്താൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അത്ര ഉറപ്പില്ല. 2,32,381 വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. പുതുതായി ചേർക്കപ്പെട്ട 7,000-ലധികം വോട്ടർമാരുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് എത്തുമോ? ഇല്ല. 1,80,000 പേരെങ്കിലും വോട്ട് ചെയ്തേക്കും എന്നുള്ള പ്രത്യാശയാണ് വിവിധ പാർട്ടികൾ തന്നെ, വിവിധ മുന്നണികൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ വോട്ടർമാരും എത്തില്ല എന്നുള്ള കാര്യം അറിയാം. വിദേശത്ത് ജോലി ചെയ്യുന്നവരെയൊന്നും എത്തിക്കാനുള്ള സംവിധാനമൊന്നും ആ രൂപത്തിൽ, ആ ഒരു ആവേശം നമ്മൾ ഇതുവരെ കണ്ടതുമില്ല. പലയിടത്തും പോയി നേതാക്കളൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. പക്ഷേ അവരെയൊക്കെ ഇങ്ങോട്ട് എത്തിക്കുമോ എന്നുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിരവധി വിഷയങ്ങളിലൂടെ കടന്നുപോയി. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ജമാഅത്തെ പിന്തുണയിൽ തട്ടി നിൽക്കുന്നു. അപ്പോൾ എന്തൊക്കെ ഘടകമാകുമെന്ന് ചോദിച്ചാൽ എല്ലാം ഘടകമാകുമോ? അതോ ഈ 9 വർഷം എത്തി നിൽക്കുന്ന സർക്കാർ, 2 തവണയായി ഭരണത്തിൽ നിൽക്കുന്ന സർക്കാർ, ഇനി 1 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. ആ 1 വർഷം ബാക്കിയുള്ള സമയത്ത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അത് സത്യമായി അവിടെ നിൽക്കുന്നു. പിന്നെ 80-70% വനാതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രശ്നം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രശ്നത്തിൽ സർക്കാർ എങ്ങനെയാണ് അതിനോട് ഓരോ ഘട്ടങ്ങളും പ്രതികരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് വനം മന്ത്രി എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതും, അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളോട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ആശങ്കകളോട് ഏതു തരത്തിലാണ് നിസ്സംഗമായി മന്ത്രിമാർ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആത്യന്തികമായി ചെയ്യേണ്ടത് കേന്ദ്രമാണല്ലോ, കേന്ദ്രത്തിൻ്റെ നിയമമാണല്ലോ എന്ന വിഷയമൊക്കെ അവിടെ പറയാം. പക്ഷേ എന്നാലും ഒരു ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ച് നമുക്കിവിടെ ഇപ്പോൾ ആശങ്കയുടെ ഒരു നിമിഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ ഓടിയെത്താൻ മാത്രം സ്റ്റാഫ് ഇല്ല എന്നൊരു വിഷയം അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ അവിടെ പരാധീനതകളാണ് മറുപടിയായി പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ പരാധീനത പറയുന്ന ഒരു സർക്കാരിനെ ഈ 7 മാസത്തേക്കാണെങ്കിലും വിജയിപ്പിക്കണോ എന്നുള്ള ചോദ്യം. രണ്ടാമത്
പി വി അൻവർ ഉന്നയിച്ച വിഷയമാണ്. അവിടെ ഇപ്പോൾ പറഞ്ഞ ഹിന്ദു വോട്ടർമാരും മുസ്ലിം വോട്ടർമാരും ഏകദേശം ഒരേ കണക്കിൽ നിൽക്കുന്നു. അതിലും താഴെയാണ് 10% ക്രിസ്ത്യൻ വോട്ടർമാരുള്ളൂ. പക്ഷെ അപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടർമാരും പ്രധാനമാണ് എന്നുള്ള വിഷയമാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഇത് എങ്ങനെയാണ് വിഷയങ്ങൾ അവർ ഏത് രൂപത്തിൽ എടുക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. പി വി അൻവർ പറഞ്ഞിരിക്കുന്ന RSS പോലീസുമായുള്ള ബന്ധം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതൊക്കെ തന്നെയാണോ മലപ്പുറത്ത് പ്രധാനമായ വിഷയമാകും? അങ്ങനെയാകുമ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. സർക്കാർ വിവിധ വിഷയങ്ങൾ മുസ്ലിം ന്യൂനപക്ഷമായി എടുത്തിട്ടുള്ള സമീപനങ്ങൾ, ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സമസ്തയ്ക്ക് ഞങ്ങളോട് എതിർപ്പുണ്ടാകേണ്ട ഒരു കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. അപ്പോൾ അതായത് അവരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചിട്ടില്ല, അവരുടെ പറഞ്ഞ ആവശ്യങ്ങൾ കുറേയൊക്കെ നടപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പുറത്ത് ജമാഅത്തെ എന്ന ഒരു വിഭാഗം മതസംഘടനകൾ എതിർക്കുന്ന വിഭാഗമാണ്. അപ്പോൾ അവരുടെ പിന്തുണ UDF കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ മുസ്ലിം വോട്ട് കൂടി കിട്ടുമോ എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു. അത് പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു ആത്മവിശ്വാസമൊന്നുമില്ല. അവരുടെ ആത്മവിശ്വാസം എന്നുള്ളത് ഭൂരിപക്ഷ വോട്ടുകൾ അത് പൂർണ്ണമായും പിടിക്കുക എന്നുള്ളതാണ്. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM മുന്നിൽ കാണുന്ന കാര്യം. അത് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, അവിടെ വന്ന് പ്രസംഗിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയ പ്രസ്താവന, അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊന്നാട എണീക്കാൻ മുഖ്യമന്ത്രി പോവുകയും മൃദുസ്വരത്തിൽ അദ്ദേഹത്തെ ഒന്ന് ശാസിക്കുന്ന രൂപത്തിൽ ചെറിയൊരു വാചകം പറഞ്ഞു പോയി. അല്ലാതെ ഒരു വിമർശനം എന്ന രൂപത്തിൽ നമ്മളത് കണ്ടിട്ടില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം വലിയ നേതാവാണ്, കുമാരനാശേക്കാൾ വലിയ നേതാവ് എന്ന രൂപത്തിൽ അവിടെ വാഴ്ത്തുന്ന പ്രസംഗം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് കൃത്യമായും കുമാരനാശനേക്കാൾ കൂടുതൽ കാലം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വാചകം മാത്രമല്ല പറഞ്ഞത്, അത് വസ്തുതാപരമായി ശരിയാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് സാങ്കേതികമായ ഒരു വാചകം മാത്രമല്ല. കുമാരനാശനേക്കാൾ എത്രത്തോളം പ്രവർത്തിക്കുന്നു, എത്രത്തോളം സ്വീകാരനായി, എത്രത്തോളം ഈ എന്താ പറയുക SNDP യോഗത്തെ ഐക്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിനെ വളർത്താൻ എത്രത്തോളം സഹായിച്ചു എന്ന രൂപത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഏത് സമയത്ത് പ്രസംഗിക്കുന്ന ഒരു കാര്യം അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. പൂർത്തിയാക്കിയ ശേഷം കാലാവധിയെ കുറിച്ചല്ലോ. പക്ഷേ കാലാവധിയല്ലേ പറഞ്ഞത്. തുടർച്ചയായി ഇത്രയും കാലം SNDP നയിച്ചത് കുമാരനാശൻ പോലും അത്ര കാലം ജിമ്മി നോക്കൂ, ഈ SNDP ഏറ്റവും കൂടുതൽ കാലം നയിച്ചതാരാ? അത് വെള്ളാപ്പള്ളി നടേശനാണ്. ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാ നയിച്ചത്? കുമാരനാശാനാണ്. കുമാരനാശൻ പോലും ഇത്ര കാലമേ നയിച്ചുള്ളൂ, വെള്ളാപ്പള്ളി നടേശൻ ഇത്ര കാലം നയിച്ചു എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അതെങ്ങനെ കുമാരനാശനേക്കാൾ മികച്ച നേതാവാണ്? പ്രസംഗത്തിന്റെ കോപ്പി എടുത്ത് വായിക്കാം. ഒരു മിനിറ്റ് കേട്ടതൊക്കെ ഞാനും കേട്ടതാന്നേ. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അവിടെ വന്ന് പ്രസംഗിച്ചു പോയി. അത് BJPക്ക് ഗുണം ചെയ്യുമെന്ന് കരുതി. എന്നിട്ട് സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ BDJS എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പിന്തുണ ഇത്തവണ യഥാർത്ഥത്തിൽ CPM-നാണ് എന്നുള്ള സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഈഴ വോട്ടുകൾ പൂർണ്ണമായും കിട്ടുന്നത് BJPക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ പോലും അങ്ങോട്ട് വരും. അതും കൂടി കിട്ടേണ്ടതുണ്ട്. ആ ഭൂരിപക്ഷ വോട്ടുകൾ എന്നുള്ള ലക്ഷ്യം അവിടെ നിൽക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത്. അടുത്തത് PV അൻവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. PV അൻവറിനെ സംബന്ധിച്ച് ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ എന്നുള്ള പ്രധാനമാണ്. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഈ 9 വർഷക്കാലം അവിടെ പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് അൻവർ ഉണ്ടാക്കിയ അടിത്തറയാണ്. അൻവറാണ് അവിടെ സ്വതന്ത്രനായി പ്രവർത്തിച്ചിട്ടുള്ളത്. അൻവറാണ് പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അൻവറിന് ഓരോ പ്രവർത്തകരുമായിട്ടും അത്രയ്ക്കും ആത്മബന്ധവും ഓരോ നേതാക്കളുമായിട്ടുള്ള പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമുണ്ട്. അത് ഈ 9 വർഷമാണ്. അപ്പോൾ അവിടെ പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് ആ രൂപത്തിലുണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. അവിടെ പാർട്ടിയെ ഒന്ന് ശക്തിപ്പെടുത്താനാണ് കഴിഞ്ഞ 3 മാസമായി സ്വരാജിനെ അവിടേക്ക് അയച്ചിരുന്നത്. പിന്നീടാണല്ലോ സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത് PV അൻവറിനുള്ള ഒരു സ്വാധീനമാണ്. PV അൻവർ പറയുന്നു, ഇവിടെ ഈ പഞ്ചായത്ത്, നഗരസഭ, അവിടെയൊക്കെ CPM-ന് ശക്തി എങ്ങനെയാണ് ഉണ്ടായത്? 2015 ശേഷം ഞാനുണ്ടാക്കി കൊടുത്തതാണ്. അദ്ദേഹം പറയുന്നു, 4 വാർഡുകൾ മാത്രമുണ്ടായിരുന്ന നഗരസഭയ്ക്ക് 16 ഉയർത്തിയത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം LDF-ൽ നിന്ന് വോട്ട് ചോരുന്നതിനെ കുറിച്ചാണ്. ഇനി UDF-മായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം അതിശക്തമായി പ്രതികരിച്ചില്ല. കാരണം എൻ്റെ മുഖ്യ ശത്രു ആരാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയനെ പിതാവിനെ പോലെ, എൻ്റെ പിതാവാണ്, എനിക്ക് എപ്പോൾ പോലും പോയി സംസാരിക്കാൻ പറ്റുന്ന നേതാവാണ് എന്ന് പറഞ്ഞെടുത്തതെന്നും ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്ന പ്രതികരണം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്രത്തോളം വൈരാഗ്യവും വൈകാരികമായും പ്രതികരിക്കുന്ന നേതാവാണ് PV അൻവർ. ആ വൈരാഗ്യവും പ്രതികാര ബുദ്ധിയും എത്രത്തോളം വോട്ടർമാരിലേക്ക് പകരാൻ സാധിക്കുന്നു, എത്രത്തോളം ആ സ്വാധീനം ചെലുത്തുന്നു
ചെലുത്താൻ സാധിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. അപ്പുറത്ത് UDF-നെ സംബന്ധിച്ച് ലീഗും നമ്മൾ പലതവണ പറഞ്ഞ ലീഗും ആര്യടൻ ഷൗക്കത്തും തമ്മിലുള്ള പ്രശ്നമൊക്കെ അങ്ങനെ പ്രശ്നമല്ല എന്ന രൂപത്തിൽ തന്നെ അത് മാറിയിരിക്കുന്നു. അഭിമാന പോരാട്ടമാണ് ലീഗിനെ സംബന്ധിച്ചും അതെ, അത് കോൺഗ്രസിനെ സംബന്ധിച്ചും അതെ. കോൺഗ്രസിനകത്തെ തർക്കങ്ങളൊക്കെ മറന്നുകൊണ്ട് 2026 എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് രണ്ട് കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ലീഗിൻ്റെ കൊടി ഷൗക്കത്തിനെ കൊണ്ട് പിടിപ്പിക്കുന്നത്, അതിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അതൊക്കെ തന്നെ ഒരു മെസ്സേജാണ്. പിന്നീട് എന്താണ് ഈ പുതിയ നേതൃനിരയുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ പുതിയ നേതൃനിര, അവർക്ക് തെളിയിക്കേണ്ട സമയം കൂടിയാണ്. അതെന്ന് പറഞ്ഞാൽ യുവ നേതൃനിരയാണ്. PC വിഷ്ണുനാഥുണ്ട്, ഷാഫിയുണ്ട്, അവരൊക്കെ അടങ്ങുന്ന പുതിയ നേതൃത്വം, ലിജു ഉണ്ട്. അവരൊക്കെ അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, അടിത്തട്ടിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം PV അൻവറും ബൂത്ത് തലത്തിൽ തന്നെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിവരം അവിടെ കിട്ടുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് അവരുടെ ആവശ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ജനങ്ങൾ എത്രത്തോളം ആവേശം ഉൾക്കൊണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണോ, ഈ 7 മാസത്തേക്ക് എന്ത് അത്ഭുതം സൃഷ്ടിക്കാനാണ് പോകുന്നത് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായെങ്കിൽ ആവേശം അവരിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പ്രവർത്തകർക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് ആവേശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നിലമ്പൂരിൽ ആവേശം വോട്ടാവുമോ എന്നാണ് ചോദ്യം. ജിമ്മി, ഈ കാര്യത്തിൽ ആവേശം വോട്ടാകാനുള്ള സാധ്യതയൊക്കെ ഇന്നത്തെ ആൾ കൂടുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, നമുക്കെല്ലാം ആവേശം തോന്നി, നമ്മളൊക്കെ കൈയടിച്ചു. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പ് അതല്ല കാണിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ ആവേശം നടന്ന പാലക്കാട് 5% വോട്ടാണ് കുറഞ്ഞത്. അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 7, 6, 4 ഇതൊക്കെയാണ് പോളിംഗ് ശതമാനത്തിൻ്റെ കുറവുകൾ. കാരണം പലതാണ്. ഇത്തവണ അതിലും രൂക്ഷമാണ്. കാരണം വെറും 8 മാസങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് വോട്ടർമാരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ എന്ത് ആവേശത്തിൽ ഇതിനെ കാണണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മുന്നണികളെല്ലാവരും, നേതാക്കളെല്ലാവരും, ചാനലുകളെല്ലാം വന്നതുകൊണ്ട് മണ്ഡലത്തിൽ അവസാനത്തെ കലാശക്കൊട്ടിന് കൂടുതൽ ആളുകൾ ഇറങ്ങിയതുകൊണ്ട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഈ ആവേശം ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് പാലക്കാട് സാക്ഷി. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഈ വെള്ളാപ്പള്ളി പിണറായി വിജയൻ പുകഴ്ത്തലിനെ കുറിച്ച് ഒരു വരി കൂടി നമുക്ക് കുമാരനാശാനെ വിടാം. കേരള തൊഗാഡിയ എന്ന് വെള്ളാപ്പള്ളിയെ വിളിച്ചത് സാക്ഷാൽ പിണറായി വിജയനാണ്. അതേ പിണറായി വിജയനാണ് പോയി ഗംഭീര കക്ഷിയാണെന്ന് പറഞ്ഞ് പൊന്നാട എണ്ണിച്ചത്. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ കാര്യത്തിൽ അൻവറാണ് ഈ കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത ഒരു 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 ഫോഴ്സ്, ഒരു ഘടകം. നാലാമനൊരാൾ വരുന്നു. അയാൾ എന്ത് ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് ഈ വലിയ നമ്മുടെ ചോദ്യം ആവേശം വോട്ടാകുമെന്നാണ്. ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ട് അതിനകത്തുനിന്ന് അൻവറിന് കുറച്ച് വോട്ടുകൾ കിട്ടി, അങ്ങനെയും ആവാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് അൻവർ ഒരു സീരിയസ് കാൻഡിഡേറ്റായി ആളുകൾക്ക് തോന്നിപ്പിക്കാനുള്ള രീതിയിലുള്ള പരമാവധി അടവുകൾ അൻവർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു വളരെ വാശിയേറിയ പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്നു. അൻവർ ഏറ്റവും അവസാനം പിണറായി വിജയനെതിരെ ആണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ പിണറായിക്കെതിരായ വോട്ടുകൾ എനിക്ക് തരൂ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർ ആലോചിക്കുന്ന ഒരു കാര്യം, ശരി പിണറായി വിജയനോടൊക്കെ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, അൻവറിന് വോട്ട് ചെയ്താൽ അൻവർ ജയിക്കുമോ? അൻവർ ജയിക്കില്ല എന്നാണ് ആ വോട്ടർ വിലയിരുത്തുന്നതെങ്കിൽ ആ വോട്ട് അൻവറിനല്ല പോവുക, ആ വോട്ട് UDF-നാണ് പോവുക, ആര്യാടൻ ഷൗക്കത്തിനാണ് പോവുക. ഇനി അതല്ല, അൻവർ എന്തെങ്കിലും വലിയ തന്ത്രങ്ങളൊക്കെ കാണിച്ച് കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്നു, അങ്ങനെ പോളിംഗ് ശതമാനം ഉയരുമോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം കഴിഞ്ഞ തവണത്തെ അൻവറിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും LDF-നൊപ്പമായിരുന്നു. ഇത്തവണ അൻവർ ഒറ്റയ്ക്കാണ്. അൻവറിൻ്റെ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ്. റോഡ് ഷോ ഞാൻ സമ്മതിക്കുന്നു, റോഡ് ഷോയൊക്കെ നടത്താനുള്ള കപ്പാസിറ്റിയൊക്കെ അൻവർക്കുണ്ട്. പക്ഷേ അതിനപ്പുറം മണ്ഡലത്തെ ഇളക്കി മറിച്ച് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് വ്യാപകമായി കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി അൻവറിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ചുരുക്കത്തിൽ ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് 8 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് വോട്ടർമാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ വേറൊരു ആവേശം വരാത്തത് കൊണ്ട് സാധാരണ ഈ മേഖലയിലൊക്കെ ഗൾഫിലേക്കുള്ള വോട്ടർമാരെയൊക്കെ എന്ത് വില കൊടുത്തും പ്ലെയിൻ ടിക്കറ്റ് എടുത്തൊക്കെ കൊടുത്ത് പ്ലെയിൻ ചാർട്ടർ ചെയ്ത് കൊണ്ടുവന്ന കഥ വരെ നമുക്കറിയാം. അങ്ങനെ കൊണ്ടുവരുന്ന ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല, അതിനുള്ളൊരു സാധ്യതയുമില്ല. ഈ തെരഞ്ഞെടുപ്പ് നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ആവേശമായിരിക്കും. VD സതീശനും അൻവറിനും നിർണായകമായിരിക്കും, പിണറായി വിജയന് നിർണായകമായിരിക്കും. പക്ഷേ നിലമ്പൂരെ വോട്ടർമാർക്ക് ഈ ആവേശം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ തവണ 70% മുകളിൽ പോയതാണ്, 76% മുകളിൽ പോയതാണ്. 65-ലും 62-നും ഇടയ്ക്കായിരിക്കും പോളിംഗ് ശതമാനം. അത്രയും ഇടിയാൻ സാധ്യതയുണ്ട്. ഒരു 10% ഇടിവോ? നല്ലൊരു ഇടിവുണ്ടാവും. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് വോട്ട് ചെയ്യാനായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ മറ്റിടങ്ങളിൽ പോകുന്നവരും കുറവാണ്. അവരെ കൂടുതലും കർഷകരായിട്ടുള്ള നിലമ്പൂരിൽ തന്നെ സ്ഥിരതാമസമാക്കിയ ആളുകളാണ് കൂടുതൽ. അല്ല, ഗൾഫിൽ പോകുന്നത് ഞാനൊരു ഒരു ആട്രിബ്യൂഷൻ പറഞ്ഞതാണ്. മഴയില്ലെങ്കിൽ 10% കുറവുണ്ടാവുന്നില്ല. 62 മുതൽ 60% വരെ. അതെ, എന്തിനാ അങ്ങനെ ഒരു കുറവ് വരേണ്ട കാര്യം? കാരണം ഞാൻ ചോദിക്കുന്നത്
ഇലക്ഷനോട് വിരക്തി തോന്നിയിട്ട് വോട്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. 8 മാസമായുള്ള അതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് പറയുക, അതിൻ്റെ ഒരു ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലുള്ള ആൾക്കാരെ നമ്മുടെ ബൂത്ത് ഏജന്റിന്റെ പണി എന്താ, ഏത് വീട്ടിൽ നിന്ന് ആര് വന്നില്ല നോക്കലാണ്. സെക്കൻഡ് കൊണ്ട് അവിടെ ഇന്ന വീട്ടിൽ നിന്ന് ഇന്ന ആൾ പാലക്കാട് എന്തായിരുന്നു, തൃക്കാക്കര എന്തായിരുന്നു? അല്ല, പാലക്കാട് എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങൾ അവിടെ ഇല്ല, ആ മണ്ഡലത്തിലില്ല. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പാലക്കാടുള്ളവരെല്ലാം ഗൾഫിലൊന്നും അല്ലല്ല, പാലക്കാട് ജില്ലയ്ക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ് പാലക്കാടുകാർ കൂടുതൽ. നിലമ്പൂർ എന്ന് പറയുന്നത് 10% ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. പാലക്കാടുണ്ടോ? പാലക്കാടില്ല. അപ്പൊ ആ 10% അവിടെ തന്നെയുണ്ട്. പിന്നെ മാത്രമല്ല ലീഗ് വോട്ട് പ്രധാനമാണ് ജിമ്മി. കാര്യം ലീഗിന്റെ കേഡർ പോലെ പണിയെടുത്തിരിക്കുക അവര്. പണിയെടുത്തത് ഇത് രണ്ട് കാര്യം വ്യത്യാസം. പാലക്കാടും രണ്ട് കാര്യമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളും രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പാർട്ടി അവരുടെ പാർട്ടി പ്രവർത്തകരെ ആവേശത്തിൽ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്ന വോട്ട്. 2, വോട്ടർമാർ ചെയ്യുന്ന, സാധാരണ ജനം ചെയ്യുന്ന വോട്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആ ആവേശം 8 മാസത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് വോട്ടർമാരിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5% ഡിപ്പ് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നത്. പക്ഷേ 10% വരെ പോകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ രീതിയിലുള്ള, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി രേഖപ്പെടുത്തണം. ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ 10% ഡിപ്പ് വരില്ല. കാര്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലാണ് മാറ്റത്തിന് വേണ്ടി ആളുകൾ വോട്ടിന് പോളിംഗ് ബൂത്തിലേക്ക് വരിക. ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? വീട്ടിൽ തന്നെ ഇരിക്കാം. പക്ഷേ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കണമെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യും. അത് ഞാൻ ജിമ്മി പറഞ്ഞതുപോലെ 76% എന്നുള്ളത് ഒരു പക്ഷേ 72 71% ആ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കണം. അവിടെ 71 കുറഞ്ഞ വളരെ കുറഞ്ഞ പോളിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 78 2016. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക 78 പോയി. അത് കഴിഞ്ഞ് പിന്നെ ഭരണവിരുദ്ധ വികാരം കാര്യമായിട്ടില്ലാതെ വന്നു. സംഭവം എന്ത് ചെയ്തു? 2% ഡിപ്പ്, 76%. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജ് കാര്യമായി. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജിൽ വലിയ ഡിപ്പ് ഉണ്ടാവില്ല. അതാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ എൻ്റെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് ഒരു ഭരണവിരുദ്ധ വികാരം കാണിക്കാനുള്ള ഒരു വോട്ടെടുപ്പായി വോട്ടർമാർ മാറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ലോജിക്കിൻ്റെ ഒരു ഇഷ്യൂ 8 മാസങ്ങൾക്ക് ശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത് അത് ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഇതൊരു സെമിഫൈനലല്ല. ഇത് ആർക്ക് അൻവറിന് ഒരു ജീവൻ മരണ പ്രശ്നമായിരിക്കും. അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം ഉയരുന്നത്, പ്രതിപക്ഷം ഉയർത്തുന്നത് എന്താ? ഇതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴമളക്കാനുള്ള തെരഞ്ഞെടുപ്പ് വി ഡി സതീശൻ പറയുന്നു. മറുഭാഗത്ത് എന്താ? ഇന്നും സ്ഥാനാർത്ഥി പറയുന്നത് ഭരണ മികവ് ചൂണ്ടിക്കാട്ടി നിലമ്പൂരിന്റെയും കേരളത്തിന്റെയും വികസനത്തിന് വേണ്ടി വോട്ട് എന്ന നിലയിലാണ്. രണ്ട് മുന്നണികളെയും ക്ലെയിം അതാണ്. ഒന്നുകിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സർക്കാരിനെതിരെ, അതല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി. ഇനി അതല്ല, MLA-ക്കെതിരെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരും. ഇവിടെ അങ്ങനെ സാഹചര്യം ഇല്ല. കാര്യം MLA ആ അർത്ഥത്തിൽ സ്വന്തമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 10% ഡിപ്പ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു കുറച്ചുകൂടി എക്സാജറേറ്റഡ് ആണോ എന്നൊരു സംശയം. ക്യാൻ ബി എക്സാജറേറ്റഡ്. പക്ഷേ അതിൻ്റെ പോയിന്റ് അതല്ല. ഈ വിഷയത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണമെന്ന് UDF-ന് ആഗ്രഹിക്കാം. ഭരണവിരുദ്ധ വികാരത്തിനെതിരെ അങ്ങനല്ല, ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് LDF-ന് ആഗ്രഹിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഈ കാര്യങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ വോട്ട് ചെയ്ത് കളയണമെന്ന ആവേശം, ഇതൊന്നും 8 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും. റൈറ്റ്, ശരി. അപ്പം ഇനി ആവേശം വോട്ടാവുമോ എന്നുള്ള ചോദ്യത്തിന്, ആവേശം നിലവിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളെയും പോലെയുള്ള ആവേശം ഇത്തവണയും പോളിംഗ് ബൂത്തിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മഴ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ട് അല്ലെങ്കിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട്. അടുത്ത 5 ദിവസം ഇരട്ട ചക്രവാത ചുഴിയാണ്. ഒരു പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് കനത്ത മഴയാണെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജിൽ 2-3% ഇടിവ് അഡീഷണലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കാവുന്ന ശരാശരി 3 മുതൽ 5% ഇടിവിന് പുറമെ മഴ കൊണ്ടുവരുന്നൊരു 2-3% ഇടിവ് കൂടി ഉണ്ടായാൽ ഒരു 7-8% ഇടിവ് വേണമെങ്കിൽ വന്നേക്കാം, മഴയും കൂടി ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 70-72% മുകളിലേക്ക് പോളിംഗ് പോകുമെന്ന് തന്നെയാണ് നിലമ്പൂരിൽ മനസ്സിലാക്കുന്നത്. ഇനി നേരത്തെ പ്രവീൺ തൊഗാഡിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പ്രവീൺ തൊഗാഡിയ മാറാട് കലാപം നടന്ന് മാസങ്ങൾക്ക് ശേഷം വന്ന് നടത്തിയൊരു പ്രസംഗം പിന്നീട് വിവാദമാവുകയും 153 ഇടുകയും ചെയ്തിരുന്നു. പ്രവീൺ തൊഗാഡിക്കെതിരായ കേസ് പിൻവലിച്ച സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരാണ്. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രവീൺ തൊഗാഡിക്കെതിരെ കേസ് പിൻവലിച്ചത് ആരാണ് എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. തൊഗാഡിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നമ്മുടെ വിഷയം അതല്ലോ. നമ്മുടെ വിഷയം പിണറായി ആയിക്കോട്ടെ. പ്രവീൺ തൊഗാഡി പരാമർശിച്ചതുകൊണ്ട് ആരാണ്
RS അത് ഇതാണല്ലോ വാദം. ഒരു ഭൂരിപക്ഷ സമുദായത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ് നടത്തുന്നത് എന്നുള്ളതാണല്ലോ വാദം. അത് നടത്തിയ ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രവീൺ തൊഗാഡിയെ കുറിച്ച് സ്മൃതി ഞാൻ പ്രതികരിച്ചിരുന്ന ഒരാളാണ് പിന്നീട് ആയിക്കോട്ടെ. എന്താ മാറാനുള്ള കാരണം എന്താ? മാറാനുള്ള കാരണങ്ങൾ കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. എന്നിട്ട് അവസാനം പറയുന്നത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു നിമിഷം, ആ സമയം അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്നൊരു വാചകമുണ്ടല്ലോ, അതായത് ഇത്തരം കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന താക്കീത് കൂടി കൊടുത്താണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നിങ്ങളല്ലാതെ എന്താ പ്രതീക്ഷിക്കുന്നത്? ശരി, വി ഡി സതീശൻ അതിനുശേഷം എന്താ പറഞ്ഞത്? അതിനുശേഷം വെള്ളാപ്പള്ളി നടേശനെ മറുപടി വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ ആ സമയത്ത് ആ പ്രസംഗം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തെ ആദരിക്കാൻ പോകുന്നത് ശരിയായ മെസ്സേജ് കൊടുക്കില്ല എന്ന് ഞാൻ തന്നെ അഭിപ്രായപ്പെട്ട ആളാണ്. പക്ഷേ ഇവിടെ വിഷയം അതല്ലല്ലോ. വിഷയം കുമാരനാശനേക്കാൾ മികച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വരുത്തി തീർത്തു എന്നുള്ളത് ശരിയല്ല എന്നുള്ളതായിരുന്നു എന്റെ പോയിന്റ്. സ്മൃതി ഗുരു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ മൂല്യങ്ങൾ കാലിക പ്രസക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ SNDP യോഗം കഴിയണം. അപരമത വിദ്വേഷം ഉയർത്തി, കുപ്രചരണം ഉയർത്തി, സാഹോദര്യ അന്തരീക്ഷം തകർക്കാൻ രാജ്യത്ത് ശ്രമം നടക്കുമ്പോൾ അതിനെതിരായ നടപടികളാണോ ഇദ്ദേഹം ചെയ്യുന്നത്? ആണോ? അല്ലല്ലോ. ആര് പറഞ്ഞു ആണെന്ന് ചെയ്തു? ഞാൻ വെള്ളാപ്പള്ളി നടേശനെ എവിടെയെങ്കിലും പുകഴ്ത്തിയോ? വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാലാവധിയെക്കുറിച്ചുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതും പോലും എന്താ ചേർത്തിട്ടാണ് വാചകം പറയാനേ. എന്താണ് സ്മൃതി? 16 വർഷം കുമാരനാശാൻ, ആത്യന്തികമായി വെള്ളാപ്പള്ളി പുകഴ്ത്തുകയായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം. അദ്ദേഹം പറഞ്ഞ വരിയതാണ്. സാക്ഷാൽ കുമാരനാശാൻ പോലും 16 വർഷം ശരി. കുമാരനാശാൻ 16 വർഷവും വെള്ളാപ്പള്ളി നടേശൻ 32 വർഷവും വരുന്നു. കുമാരനാശാൻ പോലും 16 വർഷമേ ഉള്ളൂ. വരിയിൽ മാത്രമേ താങ്കൾക്ക് പ്രശ്നം അതാണ്. ആ മുഴുവൻ പ്രസംഗം കുമാരനാശാനേക്കാൾ മികച്ച ലീഡറാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പിണറായി വിജയൻ പറഞ്ഞോ? വാദത്തിന് ശേഷം ഞാൻ തിരിച്ചു വരാം. ഇനി ആവേശം വോട്ടാവുമോ എന്ന ചോദ്യത്തിൽ എൻ്റെ മറുപടിയിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നിലമ്പൂരിലെ വോട്ടിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2011 മുതലുള്ള അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഏതൊക്കെ പഞ്ചായത്തുകൾ നിർണായകമാകുന്നു എന്നുള്ളത് മനസ്സിലാവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊക്കെ പഞ്ചായത്തുകളാണ് നിർണായകമാകാൻ പോകുന്നത്? നിലമ്പൂർ മുനിസിപ്പാലിറ്റി വളരെ ഡിസിസീവാണ് ഇത്തവണ. ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റി, അതേപോലെ ചുങ്കത്തറ, ഈ രണ്ട് പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. ചുങ്കത്തറ എന്ന് പറയാനുള്ള കാര്യം എന്താ? ചുങ്കത്തറയിലാണ് യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പാർട്ടിക്കുള്ളിലുള്ള വിഭാഗീയത ശക്തമായിട്ടുണ്ടായിരുന്നത്. കരീം അടക്കമുള്ള ആളുകൾ ശക്തമായി ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് പാലം വലിക്കുമോ എന്നൊരു ആശങ്കയുള്ള ഒരു സ്ഥലമാണ് ചുങ്കത്തറ. മറ്റൊന്ന് നിലമ്പൂരാണ്. നിലമ്പൂരിലും ആര്യാടൻ മുഹമ്മദിന് കിട്ടിക്കൊണ്ടിരുന്ന പൂർണ്ണമായിട്ടുള്ള പിന്തുണ നിലവിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുന്നില്ല. മറ്റൊന്ന് വഴിക്കടവാണ്. ഞാൻ ഈ മൂന്നിൻ്റെയും കണക്കുകളെന്ന് പറയാം. ആ കണക്കുകൾ വളരെ രസമുള്ള കണക്കുകളാണ്. 2011 നിലമ്പൂരിൽ കോൺഗ്രസിന്, അതായത് ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ 174ഓളം വോട്ടുകൾ കിട്ടുന്നുണ്ട്, കൂടുതൽ കിട്ടുന്നുണ്ട്, 12,000-ലധികം വോട്ടുകൾ കിട്ടുന്നുണ്ട്. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ 2800 വോട്ടിൻ്റെ കുറവ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ഡിക്ലൈൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതേസമയം നോക്കൂ, പിന്നീട് തിരിച്ച് വി വി പ്രകാശ് വരുന്ന സമയത്ത് അത് 1500 ആ ഡിഫറൻസ് ചുരുങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിൽ LDF-നാണ് അവിടെ പ്രാധാന്യമുള്ളത്. അത് PV അൻവറിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ PV അൻവർ പ്ലസ് CPIM എന്നുള്ളത് നിലമ്പൂരിൽ ഒരു അഡ്വാൻറ്റേജ് പൊസിഷനാണ് നിൽക്കുന്നത്. അത് 1500 വോട്ടിൻ്റെ ഡിഫറൻസ് അവിടെ ഉണ്ട്. ആ വോട്ട് എങ്ങനെ മാറും എന്നുള്ളത് വളരെ ഡിസിസീവാണ്. കാര്യം അവിടെ 11,000-13,000 വോട്ടുകൾ മാറി പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മുന്നണികൾക്ക് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF-ന് ലീഡ് കൊടുത്ത 1500 വോട്ടുകൾ ഇത്തവണ കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് ആര് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രശ്നം. അത് തീർച്ചയായിട്ടും സ്വരാജിന് അവിടെ കഴിഞ്ഞ തവണ PV അൻവർ പോൾ ചെയ്ത വോട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായും കിട്ടാൻ സാധ്യതയില്ല. PV അൻവർ വോട്ട് കുറച്ച് പിടിക്കും. അതേസമയം തന്നെ വി വി പ്രകാശ് പിടിച്ച വോട്ട് ആര്യാടൻ ഷൗക്കത്ത് പിടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ പിടിക്കുന്നില്ലെങ്കിൽ 2016 പോലുള്ള കണക്കിലേക്ക് മടങ്ങേണ്ടി വരും കോൺഗ്രസിൻ്റേത്. അതാണ് അതിനകത്തൊരു ആശങ്കയായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ചുങ്കത്തറയാണ്. ചുങ്കത്തറയിൽ എങ്ങനെയാണ്? 945 വോട്ടെന്ന് ആര്യാടൻ മുഹമ്മദ് ലീഡ് ഉണ്ടായിരുന്നു 2011. ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോൾ 304 വോട്ട് ചുങ്കത്തറ പഞ്ചായത്തിൽ പിന്നിലാണ് UDF.
എന്നാൽ അതേസമയം വി വി പ്രകാശ് വരുമ്പോഴോ 314 വോട്ട് മുന്നിലാണ് വി വി പ്രകാശ്. അപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിനുള്ളിലെ വിഭാഗീയ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് ഗുണകരമായിട്ട് തീരും. എന്നാൽ അവിടുത്തെ പ്രശ്നം, അപ്പം പോയിന്റ് നമ്പർ 2, നിലമ്പൂരിലെ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് ഗുണകരമായി വരുമോ? ചുങ്കത്തറയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിജീവിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുള്ളൂ. ദാറ്റ് ഈസ് നമ്പർ 2. നമ്പർ 3, വഴിക്കടവ് വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്താണ്. ഏതായാലും നിലമ്പൂർ കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ പോൾ ചെയ്യുന്ന പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത്. വഴിക്കടവ് പഞ്ചായത്തിൽ 800ഓളം വോട്ടുകൾ 180ഓളം വോട്ടുകൾ ആര്യാടൻ മുഹമ്മദ് ലീഡ് ചെയ്ത പഞ്ചായത്താണ്. അവിടെ പിന്നീട് LDF-ലേക്ക് 2100 അത് ലീഡ് വർദ്ധിക്കുന്നുണ്ട്. അത് പിന്നീട് 25 കുറയ്ക്കുന്നുണ്ട്. ആരാണ്? വി വി പ്രകാശ്. അപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് 3ാമത്തെ പഞ്ചായത്ത്, ഈ പഞ്ചായത്തും ഏറ്റവും നിർണായകമാണ്. അപ്പോൾ നിലമ്പൂർ, വഴിക്കടവ്, അതേപോലെ ചുങ്കത്തറ, ഈ പഞ്ചായത്തുകളിലെ വോട്ട് ഏത് പാറ്റേണിലാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും ഡിസിസീവാണ്. ബാക്കിയുള്ള പഞ്ചായത്തുകൾ ഇപ്പോൾ എടക്കരയാണെങ്കിൽ ഈക്വൽ ടു ഈക്വൽ ആണ്. അമരമ്പലത്താണെങ്കിൽ LDF-നാണ് അവിടെ ലീഡ്. കരുളായിൽ LDF-ന് ലീഡുണ്ട്. അതേപോലെ പോത്തുകലിലും LDF-ന് ഒരു നേരിയ ലീഡുണ്ട്. അതെ, മൂത്തെടുത്ത് വന്നാൽ കോൺഗ്രസിന് വലിയ ലീഡുള്ള മണ്ഡലം കൂടി, ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ 2008 മണ്ഡല പുനഃക്രമീകരണത്തിനു ശേഷം ഈ മണ്ഡലങ്ങളിൽ ഈ പഞ്ചായത്തുകളെക്കുറിച്ചുള്ളൊരു സൂക്ഷ്മമായ പഠനത്തിലാണ് എന്തു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഈ ആവേശം ഈ പറയുന്ന പഞ്ചായത്തുകളിലെ വോട്ടർമാർ എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നേരത്തെ പറഞ്ഞ PV അൻവർ ഇതിനകത്തൊരു വലിയ ഫാക്ടറാവാൻ സാധ്യതയുള്ള ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് അനുസരിച്ച് ഒരു സിമ്പതി വേവ് കൂടി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ മാത്രമല്ല, PV അൻവർ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ച് വേറെ ആരും പിന്തുണയ്ക്കാനില്ലാത്ത ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിനെ അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ, ഈവൻ പരാജയപ്പെട്ടാൽ പോലും PV അൻവർ ഉയർത്തിയ വിഷയങ്ങളോട് ഐക്യപ്പെടുക. നിലമ്പൂർ മണ്ഡലത്തിലെ വിഷയങ്ങൾ, ഉദാഹരണത്തിന് വന്യജീവി വിഷയം ആ മണ്ഡലത്തിൽ ഏറ്റവും സജീവമായി ഉയർത്തിയത് PV അൻവർ തന്നെയാണ്. ഒരു സംശയമില്ല. PV അൻവറിനോളം ആര്യാടൻ ഷൗക്കത്തോ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ നേതാക്കളോ ആ വിഷയം ഉയർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും നിർണായകമായ വിഷയമായി മാറേണ്ടതും അതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 113ഓളം ബൂത്തുകളിലുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകർ ഭരണവിരുദ്ധ വികാരം PV അൻവർ വോട്ടാക്കി മാറ്റുകയാണെങ്കിൽ അത് UDF-ൻ്റെ ക്യാമ്പിൽ ഒരു വലിയ നഷ്ടമുണ്ടാക്കും. തീർച്ചയായിട്ടും LDF-ൻ്റെ പോക്കറ്റിലും നഷ്ടമുണ്ട്. കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു 65,000 വോട്ട് മാത്രമാണ് LDF-നോട് ഷുവറായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത്. 60,000 to 65,000, പരമാവധി വേണമെങ്കിൽ 69,000 എന്ന് പറയാം ശ്രീരാമകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത്. പക്ഷേ അത് പിന്നീട് തോമസ് മാസ്റ്റർ മത്സരിക്കുന്ന സമയമാകുമ്പോഴേക്ക് അത് കുറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ 15,000 വോട്ടിനും അപ്പുറത്തേക്ക് PV അൻവർ പിടിക്കുകയും മലയോര മേഖലയിലെ കർഷകരുടെ വോട്ടുകൾ PV അൻവറിന് കിട്ടുകയും ചെയ്യുന്ന പക്ഷം അത് സ്വാഭാവികമായും UDF-ന് ആശങ്കയും. അതാണ് UDF-നെ സംബന്ധിച്ചുള്ള ആശങ്ക. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൽ VS ജോയിയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ 20,000-ന് മുകളിലേക്ക് പോകുമായിരുന്ന ഭൂരിപക്ഷം ചുരുങ്ങി പറഞ്ഞാൽ 10,000-ൽ താഴെയായിട്ട് മാറിയിട്ടുണ്ട് UDF-ൻ്റെ കണക്കിൽ. LDF-നെ സംബന്ധിച്ച് 5,000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷമേ അവർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നുള്ളൂ. 5,000-ൽ താഴെ മാത്രമാണ് കണക്ക് കൂട്ടുന്നത് ഫീൽഡിൽ നിന്ന്. ഇനിയുള്ളത് ഒരു രണ്ടാമത്തെ സ്പോയിലർ BJP-ആണ്. BJP-യുടെ വോട്ട് എങ്ങോട്ട് പോകും? ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന് ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റിയിലും നായർ കമ്മ്യൂണിറ്റിയിലും ഒക്കെ നല്ല ഹോൾഡ് ഉണ്ട്. പക്ഷേ നായർ കമ്മ്യൂണിറ്റി എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്വരാജ് മത്സരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി അവിടെയുണ്ട്. ഞാൻ പറഞ്ഞത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വോട്ട് ഒരേ പാറ്റേണിൽ BDJസിന് പോൾ ചെയ്തതുപോലെ ഇക്കുറി പോൾ ചെയ്യാനുള്ള സാഹചര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു. അങ്ങനെ വന്നാൽ അവിടെയുള്ള 12,000 വോട്ടിലെ 8,000 വോട്ട് നിലനിർത്താൻ സാധിച്ചാൽ പോലും 4,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ഇത്തവണ 8,000 വോട്ട് എന്നുള്ളത് 4,000 വോട്ടിലേക്ക് താഴുകയാണെങ്കിൽ, മോഹൻ ജോർജ് താഴുകയാണെങ്കിൽ അത് വലിയ ചർച്ചയായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. BJP-യുടെ വോട്ട് ആർക്ക് ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചർച്ച കൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ആവേശം വോട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അത് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും, ഞാൻ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളുമാണ്. ആ പഞ്ചായത്തുകളുടെ വോട്ട് പാറ്റേൺ എങ്ങനെയാണ് എന്നതിനെ നോക്കിയായിരിക്കും അന്തിമ വിധി വരിക എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും ആവേശമുണ്ട്, ആ ഇളക്കിയുള്ള പ്രചരണമുണ്ട്. ഒട്ടേറെ വിഷയങ്ങൾ, വേണ്ടാത്തതും വേണ്ടതുമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ അവസാനിപ്പിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിന് ഗുണകരമല്ലാത്ത ചർച്ചകളിലാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ഈ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പ്രസ്ഥാനമായിട്ട് ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റേതു സംഘടനയേക്കാൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടിയ, കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിരുന്നതും അതാണ്. അത് അതിനുള്ള വഴിയൊരുക്കിയത് VD സതീശനാണ് എന്നൊരു വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പൊതുവിഷയം, ജമാഅത്തെ ഇസ്ലാമിക്ക് വിസിബിലിറ്റി കൊടുത്തത് VD സതീശനാണ്. ക്യാമ്പയിൻ ഓപ്പൺ ചെയ്തത് VD സതീശനാണ് ഓപ്പൺ ചെയ്തത്. വിഷയം വരെ തുടങ്ങി. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ VD സതീശന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ VD സതീശൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതല്ല, ഈ വിഷയം തുടങ്ങുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി
LDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത്, സോറി UDF-നെ പിന്തുണയ്ക്കുന്നുള്ളത് ഒരു വിഷയമാക്കിയത് കോൺഗ്രസ് ആണ്. ഒരു വിഷയമാക്കിയത് ഇതൊരു വലിയ തർക്ക വിഷയമാക്കിയത് 2019 2021 ഈ ഒരു ആരോടും ഉന്നയിച്ചിട്ടില്ല. ഈ വിഷയം എന്താണ് ഇതുവരെയുള്ള സംഭവം? 2019 ഈ വിഷയം റേസ് ചെയ്തിട്ടില്ല. വിഷയം റേസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിഷയം റേസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. കാര്യം LDF UDF വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു. അതല്ല വിഷയം. വെൽഫെയർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം. അതെപ്പോഴാണ്? ഇപ്പോ അതിനുശേഷമാണ് ജമാഅത്തെ ചർച്ച ചെയ്തത്. ഈ ചർച്ച തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോഴാണ് മഴവിൽ സഖ്യം എന്ന പ്രയോഗം മാത്രമാണ് നടത്തുന്നത്. അവിടെ പരസ്യ പിന്തുണ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാ? VD സതീശനാണ്. ഈ വിഷയം ഉന്നയിച്ചത് ഇടതുമുന്നണിയാണെന്ന് ആർക്കും അറിയാം. ഇത് എന്താണ് ഈ ചർച്ച ചെയ്തത്? ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത് LDF-ന്റെ ഭാഗത്ത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ കാര്യത്തിൽ ഒരു വലിയ വിസിബിലിറ്റി കൊടുത്തത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിക്ക്, ഒരു മിനിറ്റ് ഞാൻ വഴങ്ങില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ഇലക്ഷനിൽ വിസിബിലിറ്റി കൊടുത്തത് ആരാണ്? കൊടുത്തത് ആ വിഷയം റേസ് ചെയ്തവർ. എന്താണ് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാട്? ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് മഴവിൽ സഖ്യം എന്ന നിലപാടാണ് എടുത്തത്. മഴവിൽ സഖ്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരിക? SDP അതിലുണ്ട്, അതായത് ഈ LDF-ന്റെ കണക്കൂട്ടലിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്. ഇത് കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമായി തെരഞ്ഞെടുപ്പിൽ ചർച്ചയിലേക്ക് വരാനുള്ള കോണ്ടെക്സ്റ്റ് ഏതാ? വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ VD സതീശൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുന്നു. ആ റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് VD സതീശൻ പറയുന്ന മറുപടി, അവർ നിലപാട് മാറ്റിയല്ലോ, ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അവർ മതരാഷ്ട്രവാദം ഇപ്പോൾ ഉന്നയിക്കുന്നില്ലല്ലോ എന്ന നിലപാട് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് ഇന്ന് KM ഷാജി പോലും പ്രതികരിക്കാനിടയായ, KNM കൂടി പ്രതികരിക്കാനിടയായ, മുജാഹിദീനുകൾ പ്രതികരിച്ച, റിസാലെ മാസിക എഴുതാനിടയായ, AP വിഭാഗം ശക്തമായി കാന്തപുരം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള വിമർശനം നടത്താനിടയായ സാഹചര്യം ഉണ്ടാവുന്നത്. അതാണ് കോൺടെക്സ്റ്റ്. VD സതീശൻ പറഞ്ഞ വാചകം ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമായി തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത് VD സതീശനാണ്. അതൊന്നും ഒരു സംശയം വേണ്ട. ബാക്കി മഴവിൽ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് മതരാഷ്ട്രവാദികളെ ജമാഅത്തെ ഇസ്ലാമി വിഷയമായത് ജിമ്മി ശക്തിയോ മതരാഷ്ട്രവാദിയോ അല്ല എന്ന് സ്ഥാപിക്കാൻ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി അവരെ മെമ്പർഷിപ്പ് UDF-നെ ഘടകകക്ഷിയാക്കാൻ പോവുകയാണ്. അസോസിയേറ്റ് ശേഷമാണ് ജൂൺ 10. ജൂൺ ആദ്യമാണ്. 10 ദിവസം മറന്നുപോയോ? ഇല്ല, ജൂൺ 10-നല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം. അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള വാർത്ത വരുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു. വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുന്നു. വെൽഫെയർ പാർട്ടി അസോസിയേറ്റ് ഘടകകക്ഷി പത്രങ്ങൾ വെൽഫെയർ പാർട്ടി സെറ്റ് എനിക്കതാ മനസ്സിലാവാത്തത്. ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റിയോ ഇല്ലയോ എന്ന ചർച്ചാ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം കൊണ്ടുവന്നത് ഇടതുമുന്നണിയാണ്. അതെന്താ VD സതീശനല്ലേ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ആരാണപ്പാ ഇത് ഉന്നയിച്ച കാര്യം ഞാൻ പറഞ്ഞത്? ഇത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, മഴവിൽ സഖ്യം എന്ന മട്ടിൽ വയനാട് തിരഞ്ഞെടുപ്പ് അടക്കം, പാലക്കാട് തിരഞ്ഞെടുപ്പ് അടക്കം LDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതിനിധി VS രഞ്ജിത്ത് ചോദിക്കാനിടയായ സാഹചര്യം എന്താണ്? ഇതാണ് തുറന്ന പിന്തുണ. ഈ വെൽഫെയർ പാർട്ടി ഈ UDF-ന് തുറന്ന പിന്തുണ കൊടുക്കുന്നുണ്ടല്ലോ. എന്ന് മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയും ഈ പറഞ്ഞ UDF-ന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞു.
കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പിന്നെ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയല്ലേ, ഇവരുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്താ അറിയോ? അതിനുള്ള മറുപടി എന്ന് പറയുന്നത് അല്ല, ഞങ്ങൾ ഈ പാർട്ടിയെ എന്താണ് ഈ ഈ ജമാഅത്തെ ഇസ്ലാമിനെ വർഗീയ പാർട്ടിയായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അതാണ് പ്രശ്നം. ഈ ചർച്ച തുടങ്ങി, ചർച്ചയുടെ ക്ലൈമാക്സിലാണ് ഈ വിഷയം വരുന്നത്. മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വലിച്ചിട്ടത് ആരാണ്? ഇടതുമുന്നണിയുടെ അജണ്ടയാണ്. 2021-ലെ 2024-ലെ ക്ഷമിക്കണം, പാർലമെന്റ് ഇലക്ഷനിൽ മൊത്തം കാര്യങ്ങളും കയ്യിൽ നിന്ന് പോയപ്പോൾ മുതലാണ് ഈ വലിയ ക്യാമ്പയിൻ തുടങ്ങുന്നത്. PDP-യെയും ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും ഒക്കെ ഒരേ ക്ഷമിക്കണം PDP അല്ല SDPI ഒക്കെ ഒരു ഇതിൽ കെട്ടിക്കൊണ്ട് അന്ന് മുതൽ തുടങ്ങിയ ക്യാമ്പയിനാണ്. ആവേശം വോട്ടാവുമോ എന്നാണ് ചോദ്യം. ആവേശം വോട്ടാകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് 70% വോട്ടിംഗ് പെർസെൻറ്റേജിൽ അവിടെ പോളിംഗ് നടക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ ആ പറയുന്ന മണ്ഡലത്തിന് പുറത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരും മണ്ഡലത്തിൽ പുറത്തുള്ള ആൾക്കാരും വളരെ കുറവാണ്. ശരിക്കും സാധാരണഗതിയിൽ അവിടുത്തെ വോട്ടിംഗ് അവിടെ ആദ്യമായിട്ടാണല്ലോ ബൈ ഇലക്ഷൻ വരുന്നത്. അതിന് മുന്നേ ബൈ ഇലക്ഷൻ വന്നിട്ടില്ലല്ലോ. ബൈ ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ ആ മണ്ഡലങ്ങളിൽ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പിന്നോക്ക വിഭാഗം വലിയ രീതിയിൽ കൂടുതലുള്ളതാണ്. മലയോര ജനത ഭയങ്കര കൂടുതലുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവർ വളരെ കുറവാണ്. ജില്ലയ്ക്ക് പുറത്ത് പണിയെടുക്കുന്നവർ വളരെ കുറവാണ്. ഞാൻ വിചാരിക്കും 10% താഴെയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബൈ ഇലക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ബൈ ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ വീടുകൾ വരെ ഓരോ നേതാക്കന്മാരെ ഏൽപ്പിച്ച സമയങ്ങളാണ് ബൈ ഇലക്ഷൻ നടക്കുക. ഓരോ വീടുകൾ വരെ, ഓരോ ബൂത്തുകളിൽ ബൂത്ത് ഏജൻറ്റ് ഇരുന്നിട്ട് ചെയ്യുന്ന പണി എന്താണ്? എല്ലാ വീടുകളും, ഞാനിപ്പോൾ ഉദാഹരണം പറയും, ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കണം. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ആൾ കയറി വന്നു. ആ കയറി വരുമ്പോൾ വോട്ട് ചെയ്യുന്നതിന് മുന്നേ പേര് വിളിച്ച് പറയും. 3 സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർ അത് നോട്ട് ചെയ്തിട്ട് ഏത് വീട്ടിൽ നിന്ന് ആര് വന്നില്ല എന്നുള്ളതിന് പുറത്തേക്ക് മെസ്സേജ് കൊടുക്കും. ഇന്ന വീട്ടിൽ നിന്ന് ഇന്നയാൾ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, അത് കോൺഗ്രസ് അനുകൂലമാണോ BJP അനുകൂലമാണോ CPM അനുകൂലമോ, വീട്ടിൽ നിന്ന് വണ്ടി പോയി കുറിച്ച് എടുത്തുകൊണ്ട് വന്ന് വോട്ട് ചെയ്ത് തിരിച്ചവിടെ കൊണ്ടുവിടും. ഇതാണ് ബൈ ഇലക്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അയ്യോ ഇതിനോട് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ വോട്ട് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് വേണ്ട പരിപാടി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു ടീം വരുന്നത്. എന്നിട്ട് എൻ്റെ പൊന്നി ചേട്ടാ ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയും. ഒരു മിനിറ്റ്, അത് ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടി എന്ത് ചെയ്യും, കൊണ്ടുപോയി അവൻ പിന്നെ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ള വേറെ കാര്യം, പക്ഷെ അവിടെ കൂട്ടി എത്തിക്കാൻ തുടങ്ങും. അപ്പം പോളിംഗ് ബൂത്തിൽ എത്തിക്കേണ്ട പണി എന്ന് പറയുന്നത് ആ ബൂത്ത് ഏജൻറ്റിൻ്റെയും ആ വാർഡ് നോക്കുന്ന ആളുടെയും പണിയായിരിക്കും. അത് ഒരു വീട് 2 വീട്, പ്രത്യേകിച്ച് കോളനികൾ, ഞാൻ പറയുന്നത് കോളനികൾ, അതുപോലെ പിന്നോക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പാർട്ടികൾ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വലിയതായിരിക്കും. വാഹനങ്ങൾ ഉണ്ടാകും അവിടെ. പിന്നെ അവിടെ എങ്ങനെയാണ് ഇത് വോട്ട് ഷെയർ കുറയുക? വലിയ രീതിയിൽ മഴ പെയ്യുന്നു, ഞാനിനി വരുന്നില്ല എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ബൈ ഇലക്ഷനിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. 5 to 6% അല്ലെങ്കിൽ 4% കൂടുതലൊന്നും ഈ പ്രാവശ്യം ഡിക്ലൈൻ വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യം 76 ഞാൻ വിചാരിക്കുന്നത് 76 വരെയെങ്കിലും എത്താം എന്നുള്ളത് തന്നെയാണ്. എത്ര താഴേക്ക് പോയാലും 70-ന് മേലെ ഷുവറാണ്. 73, 72, 73% എന്നുള്ളത് നിർബന്ധമാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ, അവിടെ 85% ആൾക്കാർ ആ മണ്ഡലത്തിൽ ഇപ്പം തന്നെയുണ്ട്. എന്ത് കാരണം കൊണ്ട് 10% ആൾക്കാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കണം? ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പിണറായി വിജയനോടെതിരെ ആൻറ്റി ഇൻക്യുമൻസി വലിയ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് വിചാരിക്കാം, അതാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ പോയി പ്രതികാരം തീർക്കുകയാണ് വേണ്ടത്. ആർക്ക് വോട്ട് ചെയ്തിട്ട് ഈ ആര്യാട് ഷൗക്കത്തിന് PV അൻവറിന് വോട്ട് ചെയ്ത് പ്രതികാരം തീർക്കുകയാണ് വേണ്ടത്, കുറയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യുന്നില്ല എന്ന് വെക്കുക. ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കാരണം? ഈ പറയുന്ന കോൺഗ്രസ്സുകാരെല്ലാം അടങ്ങിയിരിക്കുകയോടെ, അയ്യോ ആൻറ്റി ഇൻക്യുമൻസി ഇല്ലയെന്ന് വെച്ച് വോട്ട് ചെയ്യിക്കായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 70% മേലെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ വിചാരിക്കുന്നത് 70% മേലെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായി എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 1,65,000 വോട്ടാണ് പോൾ ചെയ്യപ്പെടുക. 1,65,000 വോട്ട്. ഈ 1,65,000 വോട്ട് പോൾ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം 2016 ആര്യാട ഷൗക്കത്ത് അവിടെ മത്സരിച്ചത് 66,000 വോട്ടാണ് അദ്ദേഹം നേടിയത്.
ഈ 66,000 വോട്ട് നേടുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരമാണ് ഈ 40% അടുത്താണ് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത്. ആ 2016 ശേഷം ആ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സെയിം സ്ഥാനാർത്ഥി UDF വേണ്ടി മത്സരിക്കുകയും LDF വേണ്ടി PV അൻവർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ എന്ത് മാറ്റം ആ മണ്ഡലത്തിൽ വന്നു എന്നുള്ളതാണ്. 2016 ശേഷം ആ മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരുന്നവരെന്നറിയോ? കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആകെ എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത്? 4 സീറ്റ് മാത്രമേ LDFൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് 22 സീറ്റായിട്ട് ഇപ്പോൾ കൂട്ടി. ആര് കൂട്ടി? LDF കൂട്ടി. ഏറ്റാണ് അത് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്താണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സീറ്റിൽ നിന്നുള്ള ഈ 22 വോട്ട്, ഏകദേശം 40,000 വരുന്ന വോട്ടിൽ നിന്നും അതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കുത്തക സ്ഥലമാണ്. ആ കോൺഗ്രസിൻ്റെ കുത്തക സ്ഥലത്ത് നിന്നും 22 വാർഡ് മെമ്പർമാരെ ഈ പറഞ്ഞ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കി. ആ 22 മെമ്പർമാർ ആരാ? LDFൻ്റെ ആണ്. LDFിൻ്റെ ഓരോ വീടുകളിൽ ദൈനംദിനം വർക്ക് നടത്തുന്ന ആൾക്കാരാണ് ഈ വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. ആ 22 പേര് ആരാണ്? ആ 22 പേര് LDFൻ്റെ ഭാഗമാണ്. അവിടുന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് ആര്യാടൻ മുഹമ്മദിന് കിട്ടിയോലും എന്താണ് ഈ പറയുന്ന നമ്മുടെ VV പ്രകാശിന് കിട്ടിയതുപോലെ മുഴുവൻ വോട്ട് കുത്തക അടച്ചങ്ങൾ വരുന്ന വിചാരിക്കേണ്ട. കാരണം എന്താണ്? 2020 അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. 2016 ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് അതിന് ശേഷം മത്സരിച്ചിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത്ര വോട്ട് കിട്ടുന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, പോത്തുകൽ പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് ആരുടെ പഞ്ചായത്താണ്? VS ജോയിൻ്റെ പഞ്ചായത്താണ്. VS ജോയി പഞ്ചായത്തിൽ കഴിഞ്ഞ 5-6 മാസമായി പണിയെടുക്കുന്നത് VS ജോയി മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. VS ജോയിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ പഞ്ചായത്ത് മുഴുവൻ പഠിച്ചിട്ട്, പ്രത്യേകിച്ച് പോത്തുകൽ പഞ്ചായത്ത്. ആ പോത്തുകൽ പഞ്ചായത്തിൻ്റെ അകത്ത് ഞാൻ വിചാരിക്കുന്നില്ല VS ജോയി ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്ത് എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് VS ജോയിനെ മാറ്റി നിർത്തിയിട്ട് ആര്യാടൻ മുഹമ്മദിനെ അവിടെ കൊണ്ടു നിർത്തിയാൽ ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ അവിടെ വിഘടനം ഉണ്ടായത് അത്രയും വോട്ട് ആര്യാടൻ ഷൗക്കത്ത് വരില്ല എന്നുള്ള കാര്യമാണ് ഞാൻ രണ്ടാമത്തെ കാര്യം ചോദിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് പോസിറ്റീവ് വശമുണ്ട്. പോസിറ്റീവ് വശം എന്താണ്? ഈ 2016 ഇലക്ഷനും അതിന് മുൻപുള്ള ഇലക്ഷനുകളിലൊന്നും ആര്യാടൻ മുഹമ്മദിന് ലീഗിൻ്റെ വോട്ട് കാര്യമായി കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ട് ലീഗിൻ്റെ കൊടി പിടിപ്പിച്ചതിലുണ്ടാകുന്ന ബെനിഫിറ്റ് അതെന്താണ്? അത് ജനങ്ങൾ ഈ പറഞ്ഞ ഈ ഇലക്ഷന് വേണ്ടി മാത്രമാണെന്ന് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലായോ? അത് ജനങ്ങൾ എന്താണ് ഇദ്ദേഹത്തിന് ഏത് ലെവലിലേക്ക് വരെ മാറാം, ജയിക്കാൻ വേണ്ടി ഏത് ലെവലിലേക്ക് വരെ മാറാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് കൊടുക്കാം. ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ ഈ പറഞ്ഞ 8 മാസത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിനെ അങ്ങോട്ട് വിടുന്നതെന്ന് വിചാരിക്കുക. 8 സ്ഥാനത്തേക്ക് ഇപ്പം എന്താ അൻവർ വന്നാൽ എന്താ കാര്യം? അൻവർ വന്നാലല്ല ഷൗക്കത്ത് വന്നാൽ എന്താ കാര്യം? ആ 8 മാസത്തേക്ക് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി ജയിച്ച് MLA ജയിച്ച് വന്നാൽ പിണറായി വിജയൻ എല്ലാ സ്ഥാനവും കൂടെ ഷൗക്കത്തിൻ്റെ കൊടുക്കുമോ? അത് അൻവർ വന്നാൽ അൻവർ അവിടെ ചെന്നിട്ട് പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കും. ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ VD സതീശനേക്കാളും ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെക്കാളും ശക്തമായി 3 നിയമസഭാ ഇലക്ഷനായിരുന്നു, 3 നിയമസഭാ സമ്മേളനങ്ങൾ അതിന് നടക്കാനുള്ളത്. അതിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് എന്താ? പ്രീ ഇലക്ഷന് തൊട്ട് മുമ്പുള്ളതാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്താണോ ശക്തമായി പ്രതികരിക്കുക? ഈ പറയുന്ന പിണറായി PV അൻവർ പ്രതികരിക്കുക. അപ്പോൾ PV അൻവറാണ് പ്രതികരിക്കുക. അപ്പോൾ ശക്തമായി പിണറായി വിജയനെതിരെ ശക്തമായി നിയമസഭയിലേക്കാണല്ലോ പറഞ്ഞു വിടുന്നത്. നിയമസഭയിൽ പ്രതികരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ അത് ആ ആള് ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണോ PV അൻവറിന് വോട്ട് ചെയ്യണോ? ഞാൻ വിചാരിക്കുന്ന അങ്ങനെ ഒരാളുണ്ടെങ്കിൽ PV അൻവർ വോട്ട് ചെയ്യുന്നുള്ള. ഈ ഒരു കാര്യം കൂടെ പറയാം. എന്താണ് ജനങ്ങളുടെ കൂടെ ഈ പറഞ്ഞ ഇനി വന്യമൃഗശല്യത്തിൻ്റെ സമയത്തും ഈ പറഞ്ഞ ദുരന്തം ഉണ്ടായ സമയത്തും ഈ പറഞ്ഞ PV അൻവറാണ്. അന്നേരം അദ്ദേഹം ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഈ മൃതദേഹങ്ങൾ മുഴുവൻ വന്ന് അടിഞ്ഞത് എവിടെയാണ്? ഈ പറഞ്ഞ നിലമ്പൂരാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ പോത്തുകൽ പഞ്ചായത്തിൽ ഉരുൾ പൊട്ടിയ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ നിന്നതാരാ? ഈ അൻവറ. ജനങ്ങളുടെ കൂടെ ഈ വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ അവസാനം ജയിലിൽ പോയതാരാ? അൻവറാണ്. ഈ സമയത്ത് ജനങ്ങളുടെ കൂടെ നിന്നു എന്നുള്ള ഒരു സാധനത്തിന് മേലെ ജനങ്ങൾ ഇയാൾക്ക് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതാർക്കാ കൊടുക്കുക? അതും PV അൻവറിനാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ വോട്ടിനൊക്കെ അപ്പുറം ഞാൻ പറയാം, UDFൻ്റെ വോട്ട് UDFനും LDFൻ്റെ വോട്ട് LDFന് കിട്ടും. എന്ത് പൊളിറ്റിക്കൽ വോട്ട്, വ്യക്തിഗത വോട്ട് ഈ പറഞ്ഞ സ്വരാജിനോ ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനോ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പൊളിറ്റിക്കൽ വോട്ട് കണ്ടു ഉറപ്പാണ്. കേഡർ വോട്ട് 100% ഷൗക്കത്തിന് കിട്ടും, സ്വരാജിന് കിട്ടും. ഈ പറഞ്ഞ കേഡർ വോട്ട് 100% UDFൻ്റെ കേഡർ വോട്ട് 100% ആർക്ക് കിട്ടും? ഷൗക്കത്തിനും കിട്ടും. വ്യക്തിഗത കേട്ട് ഒരു വോട്ട് അവിടെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അതോടുകൂടി ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിക്കാം. അതോടുകൂടി എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ വ്യക്തിഗത കേഡർ വോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 50,000 തുടങ്ങി 60,000 വരെയുള്ള LDFൻ്റെ കേഡർ വോട്ട് അവരെ കിട്ടും.
തോന്നുന്നില്ല. അവരെ കേരളത്തിൽ കിട്ടും. 40,000 ഒരു മിനിറ്റ്. ഉള്ളൂ. അത് ആ വോട്ടും കൂടെ വരുമ്പോൾ 50,000 കൂട്ടിക്കോളൂ, 60,000 നിങ്ങൾ 50,000 കൂട്ടിക്കോളൂ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ആര്യാടെ ഷൗക്കത്തിൻ്റെ വോട്ടും ഒരു 50,000 തുടങ്ങിയ 60,000 വരെ ആർക്ക് കിട്ടും? ഈ പറഞ്ഞ ഷൗക്കത്തിന് കിട്ടും. ബാക്കി എത്ര വോട്ടുണ്ടെന്ന് അറിയാം അവിടെ? 65,000 വോട്ടുണ്ട്. ഈ 65,000 വോട്ടാ കാര്യം തീരുമാനിക്കുക. ഈ 65,000 വോട്ട് എവിടെയാണ് പോയി ചെയ്യേണ്ടത്? അതിൽ 5% നിങ്ങൾ BJPക്ക് വേണ്ടി മാറ്റിവെച്ചോ. 5% മാറ്റിവെച്ചാൽ എത്രയാണ്? ബാക്കി വോട്ട് എവിടെ പോയി ചെയ്യും? അപ്പോൾ അതിന് 2 സമരം വർക്ക് ചെയ്യണം. ഒന്ന് ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യണം, ഒന്നിൽ ആൻറ്റി ഇൻക്യുമൻസി വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഭരണ അനുകൂല വികാരം വർക്ക് ചെയ്യണം. ഇത് രണ്ടും വർക്ക് ചെയ്താൽ മാത്രമേ ആ വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഈ 65,000 വോട്ട് എങ്ങോട്ട് വേണമെങ്കിലും ചായാം എന്നുള്ളതാണ്. ഈ 65,000 വോട്ട് അങ്ങോട്ട് വേണമെങ്കിൽ ചെയ്യാം. ആ 65,000 വോട്ടായിരിക്കും കാര്യം തീരുമാനിക്കുക. അത് അൻവറിലേക്ക് പോയാൽ അൻവർ അനുകൂലമായിരിക്കും, പിണറായി വിജയനിലേക്ക് ചിരിക്കേണ്ട 2 ഒറ്റ ചോദ്യം. 79,000 വോട്ട് VV പ്രകാശിന് PV അൻവറുമായിട്ട് മത്സരിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ 75,000 വോട്ടെന്ന് വെച്ചു. ആ 75,000 വോട്ട് പിണറായി വിജയനെതിരെയുള്ള വോട്ടല്ലേ? ആണ്. അല്ല, പിണറായി വിജയനെതിരെയുള്ള വോട്ടാണല്ലോ. അത് PV അൻവറിനെതിരെയുള്ള 2021 VV പ്രകാശിന് അനുകൂലമായിട്ട് പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള വോട്ടാണ്. പ്ലസ് PV അൻവറിനെതിരായിട്ടുള്ള വോട്ടാണ്. അല്ല, പ്ലസ് VV പ്രകാശിന് അനുകൂലമായിട്ടുള്ള VV പ്രകാശിന് അനുകൂലമായ വോട്ട് PV അൻവറിനെതിരായിട്ടുള്ള വോട്ട് കൂടിയാണ് എന്നുള്ള കാര്യം ആൻഡ്രൂ ആകാശം മറന്നു പോകുന്നു. അത്രേ ഉള്ളൂ. എങ്ങനെ VV പ്രകാശിന് അനുകൂലമായിട്ടുള്ള വോട്ട് PV അൻവറിന് എതിരായിട്ടുള്ള വോട്ട് കൂടിയായിരുന്നു എന്നുള്ളത്. VS ജോയിയാണ് മത്സരിക്കെങ്കിൽ 25,000 വോട്ടിന് അതേ കാര്യം തന്നെ അവിടെ ഉള്ളൂ. അതേ കാര്യം തന്നെ ഉള്ളൂ. ഞാൻ പറയുന്നത് VV പ്രകാശിന് അവിടെ 30,000 മേലത്തെ വോട്ട് സ്വന്തമായി എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ്. ആ കപ്പാസിറ്റി അദ്ദേഹം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. 99 സീറ്റിലേക്ക് ഇടതുപക്ഷം ജയിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ 76,000 വോട്ട് പിടിച്ച ആളാണ് VV പ്രകാശ്. ആ VV പ്രകാശിന്റെ വീട്ടിൽ നിന്ന് ആർക്ക് പോകാൻ പറ്റിയിട്ടില്ല? ആ VV പ്രകാശിന്റെ വീട്ടിൽ നിന്ന് ഷൗക്കത്തിന് പോകാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ഷൗക്കത്തിന് പോയില്ല എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിലുള്ള മറുപടി എന്താ അറിയോ? എവിടെ ഷൗക്കത്ത് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നാണ്. അതാണ് മനസ്സിലായത്. 76,000 വോട്ട് സ്വന്തമായി പിടിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി അവിടുത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന VV പ്രകാശിന്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥി പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്ന് പറഞ്ഞു. ശരി, നമുക്ക് ഒരു വെൽക്കം ബാക്ക്. നിലമ്പൂരിൽ ആവേശം വോട്ടാവുമോ എന്നാണ് ചോദ്യം. സുജയ? ആവേശം വോട്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ കൊട്ടിക്കലാശത്തിൽ കണ്ട DJ ആവേശമല്ല, അല്ലാതെ ആ മണ്ഡലത്തിൽ ഒരു ആവേശം ഉണ്ടാക്കാൻ ഈ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതിന് ശേഷം അൻവറിൻ്റെ രംഗപ്രവേശം അവിടെ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിയതിനു ശേഷം കണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ, 2021 ശേഷം കണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ, രണ്ടിൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. സിറ്റിംഗ് സീറ്റുകൾ മറിഞ്ഞതും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയതും ചേലക്കരയിൽ ഭൂരിപക്ഷം കുറച്ചതുമടക്കം അങ്ങനെയുള്ള ഒരു പ്രത്യേക പാറ്റേൺ ആണ് ഈ 2 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നമ്മൾ കാണുന്നത്. 2019 ശേഷമുള്ള വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ LDFന് പിടിച്ചെടുക്കാൻ സാധിച്ചത് ആകെ ഒരു ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിൽ മാത്രമാണ്, അല്ലാതെ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു ചരിത്രം നിൽക്കുന്നുണ്ട്. 2019 to 2021. 2021 ശേഷം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നു, അതിൽ ഭൂരിപക്ഷം കൂട്ടുന്നു. അതാണ് ഒരു പാറ്റേൺ. അപ്പോൾ ഇതിൽ ഏത് പാറ്റേൺ ആണ് നിലമ്പൂരിൽ വരിക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. പാലക്കാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കേസായിട്ട് തന്നെ എടുക്കണം. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഇവിടെ നിലമ്പൂരിൽ PV അൻവർ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. PV അൻവർ എന്തുകൊണ്ട് അവിടെ മത്സരിക്കേണ്ടി വന്നു? ഒരു മത്സരം എന്ന് പറയുന്നതിലേക്ക് PV അൻവറിനെ, അതായത് MLA സ്ഥാനം ഒഴിഞ്ഞ് UDFനെ പിന്തുണയ്ക്കാൻ നിന്ന PV അൻവറിനെ പുറത്താക്കി, അതായത് പടിയടച്ച് വിണ്ടം വെച്ചതുപോലെ ആക്കി അവസാനം അകത്തേക്ക് വാതിലിൻ്റെ ഒരു കട്ടിളയിൽ നിൽക്കുകയായിരുന്നു PV അൻവർ. അവിടെ നിന്ന് പുറത്തേക്ക് തൊഴിച്ചകറ്റിയത് ആരാണ് എന്നത് ആ മണ്ഡലത്തിലെ ആളുകൾ കാണുന്നുണ്ട്. അത് ആളുകളിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യരിൽ എങ്ങനെയൊക്കെയാണ് ഈ ഇമോഷൻസ് വരിക എന്നുള്ളത്. ഒരാളെ ചതിച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലമ്പൂരിലെ ജനങ്ങൾ, സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുണ്ട്, അവരിലേക്കൊക്കെ അൻവർ ഇപ്പോൾ സാധാരണക്കാരിലാണ് കൃത്യമായി ഫോക്കസ് ചെയ്ത് വോട്ട് പിടിക്കുന്നതായി നമ്മൾ കണ്ടത്. ഇന്ന് കൊട്ടിക്കലാശം വലിയ ആവേശത്തോടെ നടക്കുമ്പോൾ 2 ദിവസം മുൻപ് ഞായറാഴ്ച തന്നെ യൂസഫ് പത്താനുമായുള്ള ഒരു റോഡ് ഷോയിലൂടെ ആ ഒരു എലമെന്റ് അങ്ങ് ഫിനിഷ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ സാധാരണക്കാർക്കിടയിൽ, പ്രത്യേകിച്ചും ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ അൻവർ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. കാരണം അവരൊക്കെ ഏത് രീതിയിലാണ് വോട്ട് ചെയ്യുക, ഒരു സെറ്റ് ചെയ്ത് വെച്ച ഒരു പാറ്റേൺ അല്ലാത്ത വോട്ടർമാർ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം.
കാരണം വി പ്രകാശ് ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫിന്റെ ആര്യാടൻ മുഹമ്മദിനെ വെച്ച് നോക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദിനേക്കാൾ അഡ്വാൻറ്റേജ് പൊസിഷനിലായിരുന്നു വി പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നത്. അതായത് ലീഗിന് പോലും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി, പൂർണ്ണമായും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി. അതാണ് വി പ്രകാശിന് അത്രയും വോട്ടുകൾ അൻവർ കഷ്ടിച്ചാണ് കടന്നുകൂടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവസാന ഘട്ടത്തിൽ കിട്ടിയ ആ ഒരു വോട്ടുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് വോട്ടുകൾ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് അൻവറിന് ജയിക്കാൻ കഴിഞ്ഞത്. വി പ്രകാശിന് അവിടെ ജയം ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടമായിരുന്നു. അവിടെ എന്താണ് എടക്കര മണ്ഡലത്തിൽ ആ ഒരു ഫാക്ടർ നിൽക്കുന്നുണ്ട്. വി പ്രകാശിനെ കാലുവാരിയിട്ടുണ്ട്. വി പ്രകാശിനെ കാലുവാരിയതായി മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന പേര് ആര്യാടൻ ഷൗക്കത്തിൻ്റെതാണ്. എനിക്ക് അവിടുത്തെ വസ്തുത അറിയില്ല, ആര്യാടൻ ഷൗക്കത്ത് അത്തരക്കാരനാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ കാലുവാരിയിട്ടുണ്ട് എന്നൊരു ഫാക്ടർ അവിടെ നിൽക്കുകയാണ്. എടക്കരയിലടക്കം ഇപ്പോഴും ഇന്നത്തെ ദിവസവും അത് ചർച്ചയാവുന്നുണ്ട്. കൊട്ടിക്കലാശത്തിലേക്ക് എടക്കരയിൽ നിന്ന് എത്ര പേർ വന്നിട്ടുണ്ട്? ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് എം സ്വരാജിനും അതുപോലെ തന്നെ PV അൻവറിനും പോകാം, പക്ഷേ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് പോകില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? DCC പ്രസിഡന്റ് ആയിരുന്നല്ലോ. നാളെ നിശബ്ദ പ്രചാരണമാണ്, പോകാം. പക്ഷെ നിശബ്ദമല്ലാത്ത പ്രചാരണ കാലയളവിൽ പലയിടങ്ങളിലും പോയി, അതായത് K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ അടക്കം വന്ന് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പോയി പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന 2021 സ്ഥാനാർത്ഥിയായിരുന്ന നേരിയ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട പ്രകാശിന്റെ വീട്ടിലേക്കൊന്ന് പോകാൻ അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ലല്ലോ. ആ മണ്ഡലത്തിൽ തന്നെയല്ലേ. ആ മണ്ഡലത്തിൽ പോകാൻ പറ്റില്ല, പക്ഷേ പുതുപ്പള്ളിയിൽ പോകും, പൂങ്കുന്നത്ത് പോകും, തൃശ്ശൂരിൽ പോകും. അപ്പോൾ എന്തുകൊണ്ട് എടക്കരയിൽ വി പ്രകാശിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല? ആ ചോദ്യം അവിടെയുണ്ട്. വി പ്രകാശിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ കൃത്യമായിട്ടുള്ള അവരുടെ ഒരു വികാരമുണ്ടെന്നേ. മനുഷ്യരാണ്, മനുഷ്യർക്ക് ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് ആർക്ക് അനുകൂലമാകും? സ്വരാജിന് അനുകൂലമാകുമോ? അൻവറിന് അനുകൂലമാകുമോ? അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് സ്വാഭാവികമായി കോൺഗ്രസിലേക്ക് UDF വരേണ്ട വോട്ടുകൾ ഷിഫ്റ്റ് ആകുമോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ മണ്ഡല പുനർനിർണ്ണയത്തിൽ ശേഷം ചോക്കാടും കാളികാവും വണ്ടൂരിലേക്കും ചാലിയാറ് ഏറനാട്ടിലേക്കും പോയതിനു ശേഷം ഈ 3 പഞ്ചായത്ത് മാറിക്കഴിഞ്ഞതിന് ശേഷമുള്ള മാറ്റം നമ്മൾ നോക്കണം. 2011 നിങ്ങൾ ഈ പോളിംഗ് പെർസെന്റേജ് ഒക്കെ ഇവിടെ പറഞ്ഞല്ലോ. 2011 1,36,358 വോട്ടുകൾ പോൾ ചെയ്തപ്പോഴാണ് ആര്യാടന് നാമമാത്രമായ ഭൂരിപക്ഷം 5,598 കിട്ടുന്നത്. മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം 10,000 മുകളിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് 25,000 ഭൂരിപക്ഷമൊക്കെ UDF അവകാശപ്പെടുന്നത്. ആ ഒരു കണക്കിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. ജയിക്കാനുള്ള സാധ്യത അവിടെ സമാസമം നിൽക്കുന്നത് PV അൻവറിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. PV അൻവർ ജയിക്കുമെന്നാണ് ആൻഡ്രൂ സാർ പറയുന്നത്. പക്ഷേ PV അൻവർ നല്ല രീതിയിൽ വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. LDFന്റെ സ്വതന്ത്രൻ പ്രൊഫസർ M തോമസ് മാത്യുവാണ് 2011 ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിക്കുന്നത്. അവിടെ തോമസ് മാത്യുവിന് ഒരു അപരനെ കൂടെ നിർത്തി. ആ അപരൻ പിടിച്ചത് 1012 വോട്ടാണ്. ആ അപരൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആര്യാടൻ മുഹമ്മദിന്റെ കാര്യം എന്താകുമായിരുന്നു? ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞേനെ. അപ്പോൾ തോമസ് മാത്യു മത്സരിച്ചതിൽ നിന്നാണ് PV അൻവർ 2016 മത്സരിക്കുന്നത്. ഇതേ ആര്യാടൻ ഷൗക്കത്ത് വരുന്നു. അവിടെ ഭൂരിപക്ഷം 1,72,698 വോട്ടുകൾ പോൾ ചെയ്യുമ്പോഴാണ് 1,62,524 വോട്ടുകൾ പോൾ ചെയ്യുമ്പോഴാണ് 11,504, അതായത് ആര്യാടന്റെ ഡബിളിലേക്ക് അൻവറിന് അവിടെ ഉയർത്താൻ സാധിക്കുന്നുണ്ട്. വോട്ടുകൾ കൂടുന്നു, അതിനനുസരിച്ച് ഭൂരിപക്ഷവും കൂടുന്നു. അവിടെയാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ BJP വോട്ടുകൾ കുറഞ്ഞു മറിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ 4,425 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥിയായ KC വേലായുധന് കിട്ടിയിട്ടുള്ളത്. എന്നാൽ BDJSന് അൻവർ മത്സരിക്കുമ്പോൾ കിട്ടുന്നത് 12,284 വോട്ടുകളാണ്. അപ്പോൾ വോട്ടുകളൊന്നും എങ്ങോട്ടും മറിഞ്ഞിട്ടൊന്നുമില്ല, വോട്ട് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം BDJSൽ നിന്ന് BJPയിലേക്ക് വരുമ്പോഴാണ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ സ്ഥാനാർത്ഥി ഒരു ഘടകമാണെന്നേ. M സ്വരാജ് മത്സരിക്കുന്നതും അതുപോലെ തന്നെ നേരത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഷബീർ അടക്കമുള്ള ആളുകളെയൊക്കെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വതന്ത്രനായി പരിഗണിച്ചിരുന്ന ആളുകളെയൊക്കെ മാറ്റിക്കൊണ്ട് എന്തുകൊണ്ടാണ് M സ്വരാജിലേക്ക് CPIM എത്തുന്നത്? പാർട്ടി ചിഹ്നത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള അഡ്വാൻറ്റേജ് ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ BJP ഇപ്പോൾ നിർത്തുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു ഫ്രഷറാണ്. അതിനനുസരിച്ച് സ്ഥാനാർത്ഥി വോട്ടുകൾ ഒരുപക്ഷെ കുറഞ്ഞേക്കാം. പക്ഷേ മലയോര മേഖലയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെയുള്ള അധിക വോട്ടുകൾ അയാൾക്ക് കൊണ്ടുവരാൻ കഴിയും. BJPക്കും BDJSനും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് കുറഞ്ഞാലും മറ്റൊരു ഭാഗത്ത് കൊണ്ടുവരാനായിട്ടുള്ള മറ്റൊരു ഓപ്പണിംഗ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ ഷിഫ്റ്റ് ആകുമെന്നുള്ളൊരു മനക്കണക്കിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ടതില്ല. 23-ാം തീയതി ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ 23-ാം തീയതി വോട്ടെണ്ണയതിനു ശേഷമേ നമുക്ക് എത്രത്തോളം വോട്ടുകൾ പോൾ ചെയ്തു. ഈ 12,284 ഇതുവരെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് BDJSനാണ്. ഇപ്പോൾ BJP ആണ് അവിടെ മത്സരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലോക്സഭയിലേക്ക് DICക്ക് PV അൻവർ പിന്തുണ കൊടുത്ത K മുരളീധരൻ മത്സരിച്ച 2009 തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നമ്മളൊന്ന് പോകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 2008 മണ്ഡല പുനർനിർണ്ണയം, 2009 വയനാട് മണ്ഡലത്തിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് DICയുടെ ഭാഗമാണ് PV അൻവർ. അന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ K മുരളീധരന് കിട്ടുന്നത് 12,961 വോട്ടുകളാണ്. അന്ന് അൻവർ ഇറങ്ങി പ്രവർത്തിച്ചത് ഈ K മുരളീധരന് വേണ്ടിയാണ്. ഈ K മുരളീധരൻ UDFലേക്ക് അൻവറിനെ കൊണ്ടുവരാത്ത VD സതീശനെതിരെ പരോക്ഷമായി തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരാളാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. KPCC അധ്യക്ഷനായിരുന്ന K സുധാകരന്റെ സൈലന്റ് ആയിട്ടുള്ള ഒരു വർക്ക് നിലമ്പൂരിൽ നടക്കുന്നുണ്ടോ എന്നതുകൂടി കണ്ടറിയാമെന്നേ നമുക്ക്. 23-ാം തീയതി K സുധാകരൻ അങ്ങനെയൊക്കെ മാറി നിൽക്കുമോ? K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി
താരതമ്യേന വലിയ പ്രൊവോക്കിംഗ് അല്ലാത്ത സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. UDF-നുള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ, UDF എന്നത് മാറ്റിവെക്കാം, കോൺഗ്രസിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. പുതിയ ലീഡർഷിപ്പിനെ നമ്മൾ ആക്റ്റീവായി അവിടെ കാണുന്നുണ്ട്. അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നതാണ് അവിടെ ഞാൻ കാണുന്നത്. MI ഷാനവാസ് മത്സരിക്കുമ്പോൾ 21,267 നിന്ന് 2009 മത്സരിക്കുമ്പോൾ അതിൽ നിന്ന് 2014 ആകുമ്പോഴേക്കും, അതായത് അൻവറിന്റെ ചേഞ്ച് വരുന്നത് എപ്പോഴാണ്, ആ ചേഞ്ച് വരുന്ന ഘട്ടത്തിൽ MI ഷാനവാസ് 3266 നിലമ്പൂരിലെ ഭൂരിപക്ഷം കുറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി പിന്നീട് 2 വട്ടം മത്സരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ പിന്തുണ കൊടുത്തിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി കിട്ടിയ 56,363 നിന്ന് 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ 56,363 നിന്ന് 65,132 പ്രിയങ്ക ഗാന്ധിക്ക് ബൈ ഇലക്ഷനിൽ വോട്ട് ഉയർത്താൻ അൻവറിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അൻവർ വിചാരിച്ചാൽ മറിയുന്ന അല്ലെങ്കിൽ അൻവറിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു 10 to 15K വോട്ട്സ് അവിടെ നിൽക്കുകയാണ് നിലമ്പൂരിൽ. അതൊരു ഫാക്റ്റാണ്. അത് K മുരളീധരൻ മത്സരിച്ച 2009 മുതൽ അത് കൂട്ടിക്കൊണ്ട് വരികയാണ് അൻവർ ചെയ്തിട്ടുള്ളത്. വോട്ടില്ലാത്ത ഒരു അൻവറിനെ ഇടതുപക്ഷമോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 2 വട്ടം നിർത്തുമോ? അത്രമാത്രം ചിന്തിച്ചാൽ മതി. അൻവറിൻ്റെതായ ചില പോക്കറ്റ്സ് അവിടെയുണ്ട്. അത് ഇന്ന് വ്യാപാരികളുടെ അടുത്ത് അൻവർ പോയി സംസാരിക്കുമ്പോൾ നമുക്ക് കാണാം. ഏറെ അടുപ്പമുള്ള അല്ലെങ്കിൽ ഏറെ അടുത്ത സൗഹൃദമുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലാണ് അൻവർ പലരുടെയും അടുത്ത് ചെന്ന് വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ വരാത്ത പലയിടങ്ങളിലും വോട്ട് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ മുന്നണി വോട്ടുകളെ ഞാൻ ഇവിടെ റഫായി എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 65,000 എന്നതാണ്. അതായത് LDF-നായാലും UDF-നായാലും ഉറച്ച വോട്ടെന്ന് പറയാൻ പറ്റുന്നത് ഒരു 65,000 ആണ് മാക്സിമം. ബാക്കി നിഷ്പക്ഷ വോട്ടുകളാണ്, പുതിയ വോട്ടുകളാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറിയാവുന്ന വോട്ടുകളാണ്. അവിടെയാണ് അൻവർ ഒരു വിള്ളൽ ഉണ്ടാക്കാനായി പോകുന്നത്. ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമയം നീണ്ടുപോകുന്നു എന്നത് മനസ്സിലായി. എന്നിലേക്ക് വരാൻ വൈകിയത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ കുഴപ്പമല്ല. എന്തായാലും ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ VD സതീശന് നിൽക്കുന്നുണ്ട് എന്നത് ഒരു ഫാക്റ്റാണ്. കാരണം അൻവർ ഇപ്പോൾ ഒരു ഒറ്റ കൊമ്പനായി നിൽക്കുകയാണ്. നമ്മൾ ആ ഒരു വാക്കായിരിക്കും അൻവറിന് ചേരുക. ഒരു ഒറ്റ കൊമ്പനായി അൻവർ നിൽക്കുമ്പോൾ അൻവറിനെ മെരുക്കിയ അരിങ്ങോടരാകാനായി ശ്രമിക്കുകയാണ് ഈ ഒറ്റക്കൊമ്പനെ മെരുക്കുന്ന ഒരു അരിങ്ങോടർ. അതാണ് ഇപ്പോൾ VD സതീശൻ തന്നിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗുണകരം. അതിന് അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ VD സതീശൻ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു വലിയ ഒരു റിസ്ക് ഫാക്ടർ ഏറ്റെടുത്തുകൊണ്ട് വിജയിച്ച ഒരാളായി മാറും. അതിനാണ് VD സതീശനും അദ്ദേഹത്തിനൊപ്പമുള്ള ടീമും ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ UDF-ന്റെ ലോഞ്ച് പാഡ് 2026 സെറ്റ് ചെയ്യുന്നത് ഞാനാണ് എന്ന് വരുത്താനാണ് ഞാൻ ഇപ്പോൾ, അതായത് VD സതീശൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ബ്രാൻഡിനെ, അതായത് ഒരു ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും താരമൂല്യമുള്ള ഒരാളെയാണ് എപ്പോഴും ഈ വലിയ വലിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മിക്കുന്ന കമ്പനികളൊക്കെ എടുക്കുക. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു സച്ചിൻ ടെണ്ടുൽക്കറെയൊക്കെ കൊണ്ടുവരുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ചെലവാകാത്ത ഒരു സംഭവം, മതരാഷ്ട്രവാദം, അതിൻ്റെ ഒരു ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യാൻ UDF ചെയർമാനെയാണ് അവർ അംബാസിഡറായിട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ അംബാസിഡറായിട്ട് ചെന്നുപോയ VD സതീശനെയാണ് ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാൻ നമ്മളൊരു ബ്രാൻഡിങ്ങിന് ഒരു ബ്രാൻഡിങ്ങിന് നമ്മളൊരു അവിടെ ഒരു ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്ത് പറയുന്നതിന് സാധാരണഗതിയിൽ പണം വാങ്ങിയിട്ടാണല്ലോ ചെയ്യുന്നത്. ഇവിടെ ഈ മതരാഷ്ട്രവാദത്തെ എൻഡോഴ്സ് ചെയ്യാനായി VD സതീശന് എന്താണ് കിട്ടിയത് എന്ന് നിലമ്പൂരുകാർ ചോദിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. അത് അറ്റ് ദ കോസ്റ്റ് ഓഫ് മുസ്ലിം ലീഗാണ്. അതുകൊണ്ടാണ് ഇന്ന് ഷാജി അടക്കം പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് ലീഗിലോട്ടങ്ങ് വന്നാൽ പോരെ, മതരാഷ്ട്രവാദം ഇല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ലല്ലോ, അത് കേവലം മുസ്ലിങ്ങളുടെ ഒരു സംഘടന മാത്രമാണ്. അതായത് നല്ല രീതിയിൽ ചിന്തിക്കുന്ന, രാഷ്ട്രത്തെ ഭരണഘടനയൊക്കെ അംഗീകരിക്കുന്ന, ജനാധിപത്യ ബോധമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലീഗിൽ വന്ന് ലയിച്ചാൽ മതിയല്ലോ. എന്തായാലും UDF-ന്റെ ഭാഗമല്ലേ, മുസ്ലിം ലീഗ് വേറെ, ജമാഅത്തെ ഇസ്ലാമി വേറെ, വെൽഫെയർ പാർട്ടി അങ്ങനെ നിൽക്കേണ്ട സാഹചര്യമില്ലല്ലോ. അപ്പോൾ ഈ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ആണ് അവിടെ പ്രശ്നമല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വോട്ടായി സ്വീകരിച്ചിട്ടുണ്ട്, LDF-ഉം UDF-ഉം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് നടത്തിയതിന്റെ ഉത്തരം സതീശൻ ഇനിയും വിശദീകരിക്കേണ്ടി വരും. റൈറ്റ്. അപ്പോൾ ആവേശം വോട്ടാകുമോ എന്നതായിരുന്നു ചോദ്യം. 3 പേർ യെസ് എന്നും 2 പേർ നോ എന്നും. ഇനി കാണാം ഒരു Meet the editors.